കേരളത്തിൽ നടക്കുന്ന ദേശീയപാത വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോ ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ചട്ടഞ്ചാൽ 55 മൈലുള്ള ദൃശ്യമാണ് കാണുന്നത്. ഈ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇരുഭാഗത്തോട്ടും നേരത്തെ കഴിഞ്ഞതാണ്. രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഡ്രെയിനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം ബാക്കിയുണ്ട്. കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ ഭാഗത്ത് പെയിൻറ്റിങ് വർക്കുകൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ അണ്ടർ പാസേജിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ മണ്ണടിച്ച് ഉയർത്താനുള്ള വർക്കാണ് ഇനിയും നടക്കാൻ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ ഈ ചട്ടഞ്ചാൽ ഭാഗത്തൊക്കെ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് നടന്നു പോയിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ഈ ഭാഗത്ത് വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും 2 RE പാനലുകൾ വെച്ച് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ താഴെയായിട്ട് വാഹനങ്ങൾക്ക് ഇരുവശത്തോട്ടും പോകാൻ വേണ്ടിയിട്ട് തുറന്ന് കൊടുത്തിട്ട് അത് കഴിഞ്ഞുള്ള ഭാഗത്തും ഇവ മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അണ്ടർ പാസേജിന് മുകളിലുള്ള ഗേഡർ വെച്ച് കോൺക്രീറ്റ് വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് മണ്ണടിച്ചിട്ട് ഏകദേശം ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറുവശത്ത് ഇനിയും മണ്ണടിച്ച് ഉയർത്താൻ ബാക്കിയുണ്ട് കേട്ടോ. നേരത്തെ ഈ ഭാഗത്ത് ഈ മണ്ണടിച്ച് ഉയർത്തിയതാണ്. അതിനുശേഷം കാര്യമായ വർക്ക് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നില്ല. ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇപ്പോൾ റോഡിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇരുവശത്തായിട്ടും ഇനിയും നടപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ചട്ടഞ്ചാൽ ടൗണിലൊക്കെ ലാഗായിട്ടായിരുന്നു, സ്ലോ ആയിട്ടായിരുന്നു വർക്കുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചട്ടഞ്ചാൽ കഴിഞ്ഞ് ചെർക്കള വരെയുള്ള വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന മേഘ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മഴക്കാലത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടം വരെ മണ്ണടിച്ച് ഒരു ഭാഗത്ത് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ വന്നിട്ട് നിലവിലുള്ള ദേശീയപാത കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ടാറിംഗ് പ്രവൃത്തികൾ കുറച്ച് ഭാഗത്ത് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വലത് ഭാഗത്തായിട്ട് കുഴി എടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ റോഡ് താഴ്ന്നിട്ടാണ് കേട്ടോ വരുന്നത്. താഴ്ന്നിട്ടാണ് പുതിയ പാത വരുന്നത്. നിലവിലിപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് കുഴി എടുത്തിട്ട് ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. റോഡ് ഇനിയും നല്ല താഴ്ത്തിയിട്ട് വേണം ഇനി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും, താഴ്ത്തുമ്പോൾ തന്നെ വെള്ളക്കെട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നീരുറവ ഉള്ള പ്രദേശമാണ് കേട്ടോ. അപ്പോൾ മഴക്കാലത്തൊക്കെ ഇവിടെ വർക്ക് നല്ല ചലഞ്ചിങ് ആയിട്ടാണ് ഈ മേഘ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ നേരത്തെ അറിയാം, നമ്മൾ ഈ ഇടത് ഭാഗത്ത് കാണുന്ന റോഡ് കൂടിയായിരുന്നു ദേശീയപാത നേരത്തെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് റീഅലൈൻമെൻറ്റ് നമ്മൾ ഈ ചെർക്കള മുതൽ ഈ ചട്ടഞ്ചാൽ ഭാഗത്ത് നടന്നിട്ടുണ്ട്. നിലവിൽ ചെറിയൊരു വയഡക്റ്റ് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഗേഡർ ഇൻസ്റ്റാളേഷൻ 2 ഗേഡർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വയഡക്റ്റാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് അത്യാവശ്യം വലിയ വയഡക്റ്റ് നിർമ്മിക്കാമായിരുന്നു. ഈ വലത് ഭാഗത്തൊക്കെ ഈ സോയിൽ നെയിലിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഇവർ സിമെൻറ്റ് സ്പ്രേ ചെയ്തതിൻ്റെ ഭാഗമൊക്കെ ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത്. അപ്പോൾ ഇപ്പോഴും നീരുറവുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് കൊക്കയാണ്. ഈ കൊക്കയിൽ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തിയിട്ട് വേണം ഇപ്പോൾ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇടത് ഭാഗത്തുള്ള കൊക്കയിൽ ഏകദേശം 3 മീറ്ററിനടുത്തുള്ള വാള് നിർമ്മിച്ചിട്ടാണ് ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മിച്ച മണ്ണടിച്ച് ഉയർത്തുന്നത് കേട്ടോ. ഇപ്പോൾ വലത് ഭാഗത്തുള്ള താൽക്കാലികമായിട്ടൊരു റോഡ് നിർമ്മിച്ച് അത് കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത്. ഇവിടെ കുറച്ച് ഭാഗങ്ങളായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. വലത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കുന്നുകളായിരുന്നു. ആ കുന്നിടിച്ചിട്ടാണ് 6 വരി പാത വരുന്നത്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് വാള് നിർമ്മിച്ച് അതിന് മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഏകദേശം
അത് കഴിഞ്ഞ് നമ്മൾ തെക്കിൽ ഭാഗത്തോട്ട് വരികയാണ്. ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ താഴ്ന്ന പ്രദേശത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ തെക്കിൽ പുഴയിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട സ്ഥലമാണ്. നമുക്കൊക്കെ അറിയാം, ഇവിടെ നല്ല കയറ്റിറക്കുള്ള സ്ഥലമാണ്. ഒരുപാട് അപകടങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ്. ഇവിടെയൊക്കെ ചരക്ക് ലോറികളൊക്കെ പോകുമ്പോൾ മെല്ലെയാണ് ഈ ഭാഗങ്ങളിൽ പോകാൻ കയറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടികൾ അനുഭവപ്പെടുന്ന സ്ഥലമാണ്. നമ്മൾ ഈ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 3 രാവിലെ 9 മണിക്കാണ് കേട്ടോ. 8 മണിക്ക് വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ നല്ല കോടയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രോണ് അത്ര ക്ലാരിറ്റി ഇല്ല. നിലവിൽ ഈ ഭാഗത്ത് നമുക്ക് ഡ്രോൺ പറത്തുമ്പോൾ കോട നമുക്ക് മൂടിയിട്ടുള്ള ദൃശ്യം കാണാൻ സാധിക്കും. അപ്പോൾ പ്രേക്ഷകർ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് അധികം സുഹൃത്തുക്കളും വീഡിയോ കാണുന്നത്. അപ്പോൾ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. കൂടാതെ ഒരു ലൈക്ക് തന്ന് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണേ. നമ്മൾ തെക്കിൽ പാലത്തിന് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. തെക്കിൽ പുതുതായി നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഉള്ള നടപ്പാതയുടെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്തും പാലത്തിൻ്റെ കൈവരികളൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പഴയ പാലത്തിൽ കൂടിയാണ് ഇരുവശത്തോട്ടും വാഹനങ്ങൾ കടന്നു പോകുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിൽ ഇവിടെ അപ്രോച്ച് ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബേബിഞ്ച ഭാഗത്ത്. അതിൻ്റെ നിർമ്മാണം നടക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത്. നിലവിലുള്ള ദേശീയപാത കൂടിയാണ് ഇവിടെ വാഹനങ്ങൾ ഇരുവശത്തോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു, വയലുള്ള പ്രദേശമാണ്. അപ്പോൾ ഒരുപാട് മണ്ണടിച്ചിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇരുവശത്തോട്ടും കുറച്ച് ഭാഗങ്ങളായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇനിയും വർക്കുകൾ തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സ്ഥലം ഏറ്റെടുപ്പ് പ്രശ്നം കാരണമായിരിക്കും ഇവിടെ വർക്കുകൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നിലവിലിപ്പോൾ വലതു ഭാഗത്തുള്ള ചെറിയൊരു കുന്ന് ആയിരുന്നു. ആ കുന്ന് ഇടിച്ചിട്ട് മണ്ണെടുത്തിട്ട് നിലവിൽ നിർമ്മാണം നടത്തുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ചെറിയൊരു വയഡക്റ്റ് വരുന്നുണ്ട്. ആ വയഡക്റ്റിൻ്റെ നിർമ്മാണം ഒരു വശത്ത് കഴിഞ്ഞിട്ട് നേരത്തെ ഇരുഭാഗത്തോട്ടും വാഹനങ്ങൾ അത് കൂടിയാണ് പോകുന്നത്. ഇവിടെ വലതുഭാഗത്തായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മിക്കുകയാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ വലതുഭാഗത്തുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുകളിലായിട്ട് ടാറിംഗ് പ്രവർത്തികൾ ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഈ വലതുഭാഗത്ത് കാണുന്ന ചെറിയൊരു റോഡുണ്ടല്ലോ, അത് കൂടിയായിരുന്നു നേരത്തെയുള്ള ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ വളഞ്ഞ് പോലെയുള്ള പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഈ താഴ്ന്ന പ്രദേശത്ത് കൂടിയായിരുന്നു വയഡക്റ്റ് നിർമ്മിച്ചത്. ഈ വളവിൽ ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ പള്ളി പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് കയറ്റം ഇറക്കുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ ഇതുവരെയും ആ ഭാഗത്തായിട്ട് ഇനിയും റോഡ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. നിലവിലുള്ള പഴയ ദേശീയപാത കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോടെ പോകുന്നത്. ഇടത് ഭാഗത്തായിട്ട് കുന്ന് പ്രദേശമാണ്. ചെറിയ രീതിയിൽ മണ്ണെടുത്ത് അവിടെ സോയിൽ നെയിലിംഗ് സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട്. അത് നേരത്തെ കഴിഞ്ഞതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 1 വർഷം മുമ്പുള്ള വർക്കാണ്. അത് നമ്മൾ ഈ കാണുന്ന വലതുവശത്ത് ചെറിയൊരു കവുങ്ങിൻ തോട്ടാണ്. അതിൽ വീടുകളൊക്കെ ഉണ്ട്. ഇനിയും സ്ഥലം ഏറ്റെടുപ്പ് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ. അപ്പോൾ പോലെയുള്ള എസ് എന്ന് നമുക്ക് വിളിക്കാം, അങ്ങനെയുള്ള വളവാണ് ഇവിടെ. അത് കൂടിയാണ് വാഹനങ്ങൾ നിലവിൽ കടന്നു പോകുന്നത്. റിയലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വലിയ കുന്നുണ്ടല്ലോ, ആ കുന്ന് നമ്മൾ മണ്ണെടുത്തിട്ടാണ് കേക്ക് മുറിച്ചതുപോലെയുള്ള മുറിച്ച് വെച്ചിട്ട് നമ്മൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തട്ടായിട്ടാണ് ഇവിടുന്ന് മണ്ണെടുത്തിട്ട് ഇവിടെ ദേശീയപാത നിർമ്മിക്കുന്നത്. സ്ട്രൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ റോഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ റിയലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആ വളവ് നികത്തിയിട്ടാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നത്. നമ്മൾ ഈ കാണുന്ന വലതു ഭാഗത്തുള്ള റോഡ് കൂടിയായിരുന്നു നേരത്തെ ദേശീയപാത കടന്നു പോയിട്ടുണ്ടായിരുന്നത്. നിലവിൽ റിയലൈൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. ഇടതുഭാഗത്ത് കുന്നടിച്ചിട്ട് സോയിൽ നെയിലിംഗ് നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ വലതുഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ മണ്ണെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗങ്ങളിൽ മണ്ണെടുത്ത് അതിൻ്റെ ഭാഗത്ത് ഒരു ടാറ് ചെയ്തിട്ടുണ്ട്. ഈ കുന്നിന് മുകളിലായിട്ട് നമ്മളെ ഇടതുവശത്ത് ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് കൂടി ചെറിയൊരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ചെറിയൊരു കൈവരി മാത്രമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്.
ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് അതിൽ കൂടി നടന്നു പോവുകയാണ്. ഒരുപാട് തവണ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെയും ഈ വലതുഭാഗത്തുള്ള റോഡ് കൂടിയായിരുന്നു ദേശീയപാത നേരത്തെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് റീഅലൈൻമെൻറ്റ് നടക്കുന്ന ഭാഗം കൂടിയാണ് നമ്മുടെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗത്ത്. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് കുന്നെടുത്തിട്ട് ഇതുവരെയും സോയിൽ നെയിലിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വലത് ഭാഗത്തുള്ള നല്ല കൊക്കയുള്ള പ്രദേശമാണ് കേട്ടോ. അവിടെ മണ്ണടിച്ച് ഉയർത്തിയിട്ട് ഇപ്പോൾ 6 പാനൽ വലിയ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചിട്ട് വേണം ഇവിടെ മണ്ണടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട്. ഈ വലതു ഭാഗത്തായിട്ടുള്ള താഴ്ചയിൽ കൊക്കയിൽ വീടുകൾ സ്ഥിതി ചെയ്യുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഇടത് ഭാഗത്തായിട്ട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണ് കേട്ടോ. ഏതായാലും ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന മേഘ കമ്പനിക്ക് വലിയൊരു ചലഞ്ചിങ് ആണ് നമ്മളെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ കിട്ടിയിരിക്കുന്നത്. അവർക്ക് ഈ ആദ്യത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും അവർ ഈ കുന്നും മലയുള്ള പ്രദേശമാണ് അധികവും ഇവരെ വർക്ക് കടന്നു പോകുന്നത്. ഇവിടെ മുതലാണ് നമ്മൾ ചെർക്കളയിലേക്ക് വരുന്ന ഫ്ലൈ ഓവർ സ്റ്റാർട്ടാകുന്നത് കേട്ടോ. ഇവിടെ വലതുഭാഗത്തായിട്ട് നമുക്ക് ക്രാഷ് ബാരിയർ നിർമ്മിക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ട് ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ട് മണ്ണടിച്ചിട്ട് ആ ലെവലിലേക്ക് ഉയർത്തണം. ഇവിടെ വലതുഭാഗത്തായിട്ട് ഇവർ പില്ലറിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് പെയിൽ ക്യാപ്പിൻ്റെ വർക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഗേർഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്, കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഈ വലതു ഭാഗത്തായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞ് ഒരു വശത്ത് കോൺക്രീറ്റ് വർക്കുകൾ പാലത്തിൻ്റെ മുകളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് ഇനി പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പില്ലറിൻ്റെ വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത്. ഇനി ഗേർഡർ ഇൻസ്റ്റാളേഷൻ മാത്രമാണ് നമ്മുടെ ഈ ഇടത് ഭാഗത്തായിട്ട് നടക്കാൻ ബാക്കിയുള്ളത്. വലതു ഭാഗത്തുള്ള ഗേർഡർ സെറ്റാക്കിയിട്ട് അതിന് മുകളിലുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. നമ്മൾ ചെർക്കള കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ഇതുവരെയാണ് നമ്മുടെ മേൽപ്പാലം വരുന്നത്. അത് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണടിച്ച് ഉയർത്തുന്ന വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവസാന വർക്കുകളാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇതുവരെ ഇവർ മേൽപ്പാലം നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ സെൻട്രൽ സ്കൂളിൻ്റെ മുൻവശത്തായിട്ട്. അപ്പോൾ അവിടെ ഇരുവശത്തോട്ടും സ്കൂൾ കുട്ടികൾക്ക് കടക്കാൻ വേണ്ടി ചെറിയൊരു പാസേജ് നൽകിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ നമ്മുടെ തലപ്പാടി മുതൽ വസങ്കാടി വരെ 3 വരി പാതയിൽ ലൈൻ മാർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവർ എത്തുന്നതിന് തൊട്ട് മുമ്പ് അപ്രോച്ച് റോഡ് വരെ ടാറിംഗ് പ്രവൃത്തികൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞുള്ള ഉപ്പള ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ്. അത് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത് കേട്ടോ ആ ഭാഗത്ത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ തുറന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ULCCയുടെ വർക്ക്. നമ്മുടെ മേഘ കമ്പനിയുടെ ആദ്യത്തെയും രണ്ടാമത്തെയും റീച്ച് എന്തായാലും 1 വർഷത്തോളം സമയമെടുക്കും. കൂടാതെ കോഴിക്കോട് ബൈപ്പാസ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെയും രണ്ടാമത്തെ റീച്ചിലെയും വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അവിടെയൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെർക്കള ടൗണിൽ നിന്നും ദേശീയപാത ഫ്ലൈ ഓവറിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 6 പില്ലറുകളാണ്. അതിൽ 1 പില്ലറിൻ്റെ വർക്ക് ഇനി നടക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ദേശീയപാത വികസനത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.